വരുമോ നീ തിങ്കളേ തിങ്കളേ. ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ഉഗ്രവിഷമാണ് തീണ്ടിയത്. എന്തായാലും എനിക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇനി ചില സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടിവരും. നന്നായി. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ ചെയ്തു. പറയ്, ഇനി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? മകളെ കൊത്തിച്ച് സർപ്പത്തെ വിട്ടിട്ടില്ലെങ്കിൽ എനിക്ക് തന്നേക്ക്. ഇവിടെ അവളുടെ അമ്മ എന്നൊരു നീച ജന്മമുണ്ട്. അവളെ കൂടെ അങ്ങ് അവസാനിപ്പിക്കണം. വെട്ടിമാറ്റുമ്പോ വേരോടെ വെട്ടിമാറ്റുന്നത് നല്ലതാ. പിന്നെ വളരില്ല. ആ, നേരിട്ടൊന്ന് കാണണം. ബാക്കി അപ്പ പറയാം. പിന്നെ അവളിപ്പോ ജീവച്ഛവമായി പണിക്കാശ്ശേരി മനയിലാണുള്ളത്. അവിടെ നിന്ന് ഒരു കാരണവശാലും ജീവനോടവൾ പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, പറ്റുമെങ്കിൽ എല്ലാം നേരിൽ പറയാം. ഈ കളിയിൽ കൂടിയാൽ ജയിക്കുന്നത് ഗൗരി മാത്രമല്ല, നിങ്ങളും കൂടിയാ. ഓക്കേ, ശരി. നിക്ക്, പറയേ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? പറയേ, എല്ലാരും കൂടെ എന്താ ചെയ്തത്? മരണം. അത് പല രൂപത്തിലും ഭാവത്തിലും ഏത് നേരത്തും കടന്നു വരും. നിന്റെ പുന്നാരമോളുടെ നേരെ വന്നത് വിഷസർപ്പമായിട്ടാ. അവള് മരിച്ചു. അതേടി, ഞാൻ ചെയ്യേണ്ടത് അവര് ചെയ്തു. നിന്റെ മകളുടെ ഭർത്താവിന്റെ ചേച്ചിമാർ അവര് വിഷസർപ്പത്തെ കൊണ്ട് കൊത്തിച്ച് ആ ശാപജന്മത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ മോക്ക് എന്ത് പറ്റി? ദുഷ്ട, പറയേ. എന്റെ മോളെവിടെ? ഇല്ല ഇല്ല, എന്റെ മോളെവിടെ? ഇത്രയും കാലം അനുഭവിച്ചു. ഇല്ല, ഇനിയും ഈ വിഴുപ്പ് ഭാണ്ഡം പേറാൻ എനിക്ക് വയ്യ. പറ, എന്റെ മോളെവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ വസുന്ധര ആരാണെന്ന് എല്ലാരും അറിയും. കഴിവരുടെ മോളെ, ഈ തോപ്പിൽ ജഗന്നാഥനോടാ നിന്റെ കളി. ഓർത്തോ, മകളോടൊപ്പം നീയും അവസാനിക്കാൻ പോവുക. രണ്ടിനെ ഒരു കുഴിവെട്ടി മൂടി ഈ കളി ജഗന്നാഥൻ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവുക. അതിനി അധിക സമയം വേണ്ട. അതിന്റെ കലാശക്കൊട്ട് കൊട്ടിത്തുടങ്ങി. ദൈവത്തിന് ഇത്രയും കാലം പരീക്ഷിച്ചത് മതിയായില്ലെന്ന് തോന്നുന്നു. ഒന്നുറപ്പാ, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതോടെ തീരുവി ആലീസിന്റെ ജീവിതവും. അരുതാത്തതൊന്നും പറയാതിരിക്കെ. ദൈവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്.
വൈദ്യര് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ ചേച്ചിമാർ, ഇനിയിപ്പോ നീ ഒരാണാണോ? മുഖത്ത് മുളച്ചത് മീശ തന്നെയാണോ? സ്കൂൾ കുട്ടിയെ പോലെ നിന്ന് മുട്ടു വിറയ്ക്കാതെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ഇപ്പോഴെങ്കിലും അല്പ ശൗര്യം കാണിക്കും. ഉളുപ്പില്ലാതെ കടന്നു വന്നത് കണ്ടില്ലേ രാക്ഷസികള്? എന്തിനാ? എന്റെ കുഞ്ഞിന്റെ ശവം വെട്ടിക്കീറി തിന്നാനാണോ? കടന്നു പോവാനാ പറഞ്ഞത്. പണിക്കാശ്ശേരി മനയിലേക്ക് കടക്കാൻ തോപ്പിൽ വീട്ടിലെ പഴയ അടിച്ചുതളിക്കാരി ആലീസിന്റെ അനുവാദം ഗൗരിക്ക് വേണ്ട. ആയുസ് വീണ്ടെടുക്കാൻ കാത്തു നിൽക്കുകയായിരിക്കും അല്ലേ? അതേടി, കൈവിട്ടത് തിരിച്ചു പിടിക്കാൻ ഇനി ഒരു മാന്ത്രികനെ കൊണ്ട് സാധിക്കില്ല. നീയൊക്കെ മനുഷ്യനോ മൃഗമോ? മനുഷ്യമൃഗം. കിഷൻ, നിനക്കെന്താ ഇവിടെ കാര്യം? വന്ന് വണ്ടി കയറ. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? പോയി വണ്ടി കയറടാ. എങ്ങോട്ട് കൊണ്ടുപോയി കൊല്ലാനോ? ഇത്രയും കാലം സഹിച്ചു, ഇനി വയ്യ. നിങ്ങൾക്കൊരു സഹോദരനെ അല്ല വേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാട്ടത്തെയാണ്. വേഷം കെട്ടിയും അഭിനയിച്ചും മടുത്തു ഞാൻ. എന്താണ് നീ പറഞ്ഞത്? ചേച്ചിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? ഇത്രയും കാലത്തെ അനുഭവങ്ങൾ തന്ന ധൈര്യം മടുത്തു. സത്യമായിട്ടും ചേച്ചിമാരെന്ന ഈ പടുജന്മങ്ങളെ കൊണ്ട് ഞാൻ സഹികെട്ടു. നീ എന്ത് പറഞ്ഞടാ? കിഷൻ, വിടണ ചേച്ചിയെ. വേണ്ട. കിഷൻ, വിടാൻ. വേണ്ടതിനും വേണ്ടാത്തതിനും ഇക്കാലം അത്രയും ഒരുപാട് അടികൊണ്ടവനാ ഞാൻ. സ്വന്തം ജീവിതം വെച്ച് ഇക്കാലം അത്രയും നിങ്ങൾക്കിടയിൽ കിടന്നുള്ള ഈ ഞാണിമ്മ കളി കിഷൻ ഈ നിമിഷം മുതൽ അവസാനിപ്പിക്കുക. ഇനിയും ദ്രോഹിക്കാതെ കടന്നുപോയാ എല്ലാവർക്കും നല്ലത്. ഇല്ലെങ്കിൽ ആരാണെന്ന് ഞാൻ നോക്കില്ല. കടമയും കടപ്പാടും എല്ലാം ഞാൻ മറക്കും. എന്റെ ജീവിതം തകർക്കുന്ന ആരും എനിക്കിപ്പോൾ ശത്രുക്കളാ. ഓഹോ, നിനക്ക് ഞങ്ങൾ ശത്രുക്കളാണല്ലേ? എങ്കിൽ ശത്രുക്കളെ അടിച്ച് പുറത്താക്കടാ. അടിച്ച് പുറത്താക്ക. അടിക്കടാ. എടാ, അടിക്ക. നിങ്ങൾ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പ്ലീസ്. ഇല്ലടാ, നിന്നെ കൊണ്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എടാ, നടക്ക. എന്റെ മനയ്ക്കുള്ളിൽ കടന്ന് ബഹളം വെക്കാൻ ആർക്കാ അവകാശം?
ആഹാ, ഗൗരി. അപ്പോ ഈ വഴിയൊന്നും മറന്നിട്ടില്ല. നല്ലത്. പിന്നിട്ട വഴികളൊന്നും മറക്കാൻ പാടില്ല മോളെ. ആട്ടെ, എന്തിനാ ബഹളം? കൂടപ്പിറപ്പുകൾ തമ്മിൽ തല്ലിയാൽ കുടുംബം നശിക്കും. ഗൗരി ഉപദേശം കേൾക്കാൻ വന്നതല്ല, ഇവനെ കൊണ്ടുപോകാൻ വന്നതാ. നടക്കടാ. എടാ, ഞാൻ നടക്ക. വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പോകും. വിട്. ആ, ഇത് ഞാൻ വരില്ല. പറഞ്ഞത് മനസ്സിലായോ? വരാനില്ല. എടാ, വരില്ല. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരുന്നില്ല. എന്നെ വിട്. ഗൗരി, പണിക്കാശ്ശേരി മനയുടെ ഗേറ്റ് കടന്ന് ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് വരാം. പക്ഷെ തിരിച്ചു പോകണമെങ്കിൽ ഈ മനയുടെ ഉടയവനായ ഈ ത്രിവിക്രമന്റെ അനുവാദം വേണം. അത് പറയാതെ തന്നെ അറിയാമല്ലോ നിനക്ക്. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഒന്നും. ഇവരാണ് തിരുമേനി എന്റെ മോളെ കൊല്ലാൻ നോക്കിയത്. വിഷസർപ്പത്തെ കൊണ്ട് കൊത്തിച്ച് ഈ അവസ്ഥയിലാക്കിയത് ഈ ദുഷ്ടകളാ. ഞാനടക്ക് തള്ളേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ കയറി പാമ്പ് കടിച്ചതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കാലന്റെ ജോലി സ്വയം ഏറ്റെടുത്ത് മനയുടെ ഉമ്മറത്ത് വന്നു നിന്ന് പുലമ്പുന്നോ? വിടവരെ എല്ലാം എനിക്ക് മനസ്സിലാവും. ജീവനോടെ ഈ പടി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോകാം. ഈ ത്രിവിക്രമൻ ആരാണെന്ന് അനിയത്തിയോട് നല്ലതുപോലെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഗൗരി? ഭീഷണി വേണ്ട, ഇവനെയും കൊണ്ടേ ഞാൻ പോവും. തൽക്കാലം നിനക്കതിന് കഴിയില്ല ഗൗരി. മുമ്പ് എന്റെ മകനെ ഇതുപോലെ പിടിച്ചിറക്കിക്കൊണ്ടുപോരാൻ ഞാൻ നിന്റെ ഉമ്മറത്ത് വന്നിരുന്നു. അന്നും നിനക്ക് ഇതേപോലെ സ്നേഹം മൂത്ത് ഭ്രാന്തായതാണ്. വരാൻ അവൻ കൂട്ടാക്കിയില്ല. നീരാളിയെപ്പോലെ അവന്റെ ദേഹവും മനസ്സും അള്ളിപ്പിടിച്ച് നീ കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നില്ലേ? എന്നിൽ നിന്ന് മാത്രമല്ല നീ അവനെ അകറ്റിയത്, ഈ മനയുടെ പാരമ്പര്യത്തിൽ നിന്നും കൂടിയാ. നിദാനവും അഷ്ടാംഗഹൃദയവും പഠിക്കേണ്ടവൻ നിന്റെ കീഴിൽ പഠിച്ചത് കാമശാസ്ത്രം. എനിക്ക് ശേഷം പണിക്കാശ്ശേരി മനയുടെ വൈദ്യ പാരമ്പര്യം ഏറ്റെടുക്കേണ്ടവൻ ഭർത്താവെന്ന പേരിൽ നിന്റെ കാൽക്കീഴിൽ ഒരു കളിപ്പാട്ടത്തിന് സമമായി നശിച്ചു. ഛേ, ഓർക്കുമ്പോഴെനിക്ക് ഓക്കാനം വരുന്നു. മതി, നിർത്ത. ഓർമ്മകൾ എന്നെ ഓക്കാനിപ്പിക്കും. എന്റെ കൺമുമ്പിലിട്ട് നിങ്ങളുടെ മകനെ തുണ്ടം തുണ്ടമാക്കി അരിഞ്ഞിട്ടിപ്പോൾ കുമ്പസരിക്കുന്നു. എനിക്ക് കുറ്റബോധമില്ല. ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ആണുങ്ങൾ നിനക്ക് കളിപ്പാട്ടങ്ങളാണല്ലേ? അന്ന് അവനോടൊപ്പം നിന്നെയും തീർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ വേണ്ടി വരുമായിരുന്നില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെൺജന്മങ്ങൾക്ക് അപമാനമായ വിഷവിത്താണ് ആലീസെ ഈ നിൽക്കുന്നവൾ. അറിയില്ലെങ്കിൽ കേൾക്ക്. ബ്രഹ്മചാരിയാക്കാനും ഈ മനയിലൂടെ കീർത്തിമാനാക്കാനും ഞാൻ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന എന്റെ മകനെ ഇവൾ വലവീശി പിടിച്ചു. കൈവിഷം കൊടുത്ത് പാവാടച്ചരടിന്മേൽ കെട്ടിയിട്ട് കുട്ടിക്കരണം മറിച്ചു. അവസാനം കണ്ടു നിൽക്കാൻ കഴിയാതെ ഊട്ടി വളർത്തിയ ഈ കൈകൊണ്ട് തന്നെ എന്റെ മകനെ എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇവൾ കാരണം വെട്ടി തുണ്ടം തുണ്ടമാക്കി ഞാൻ. ആയുസ്സിന്റെ കാവൽക്കാരനെന്ന് പേരെടുത്ത പണിക്കാശ്ശേരി ത്രിവിക്രമൻ അന്ന് ആദ്യമായി മരണത്തിന്റെ കാവൽക്കാരനായി. കാലന്റെ വേഷം കെട്ടി. എല്ലാം എല്ലാം ഇവൾ കാരണമാണ്. ഇപ്പോൾ ആ പക തീർക്കുന്നത് ഒന്നുമറിയാത്ത പാവങ്ങളോട്. കടക്ക് പുറത്ത് കടക്കാൻ. നീച ജന്മങ്ങൾ ഈ മനയിൽ കാലുകുത്തിയാൽ ഗുരുപരമ്പരകൾ വരെ കോപിക്കും. പോകാൻ. തോൽപ്പിച്ചു എന്ന് കരുതണ്ട. വിഷസർപ്പത്തെയാ പിന്നെ നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. നീയും എന്നെ തള്ളിപ്പറഞ്ഞു അല്ലേ? കാത്തിരുന്നോ? ഉച്ചവെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യാൻ ഗൗരി വരും. ഇല്ല, എല്ലാം എനിക്ക് മനസ്സിലായി. കടന്നു പോവാൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹോദരനില്ല. വാടി. നിൽക്ക്.
പടി കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അറിഞ്ഞോ, നീ ജീവച്ഛവമാക്കി അകത്ത് കിടത്തിയിരിക്കുന്ന ആ പാവം പെണ്ണിനെ എന്ത് വില കൊടുത്തും ഞാൻ രക്ഷിക്കും. ഇപ്പൊ എനിക്കത് വിശേഷപ്പെട്ട ഒരു കടമയാ. ചെല്ലേ. നന്നായി. നട്ടല്ലുണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഭർത്താവ് ഉദ്യോഗസ്ഥൻ കാണിച്ചല്ലോ. 4 നാൾ നായായി കഴിയുന്നതിലും ഭേദം ഒരു നാൾ നരിയായി കഴിയുന്നതാടോ. മിടുക്കൻ.